നമസ്കാരം. ഋതം എന്ന നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കൈരളി TV ഒരുക്കുന്ന മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഒരാളല്ല, രണ്ടുപേരാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സിനിമകളിലൂടെയും സീരിയലിലൂടെയും നമ്മുടെ മനം കവർന്ന എന്താ പറയുക, നിങ്ങൾക്ക് മുഖം കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകും. പട്ടാമ്പിക്കാരനായ മണികണ്ഠൻ പട്ടാമ്പി ചേട്ടനും ഒപ്പം ഒരുപാട് ജനപ്രിയ ഗാനങ്ങളോട് നിങ്ങൾക്കെല്ലാം സുപരിചിതനായ പള്ളുരുത്തിക്കാരനായ പ്രദീപ് പള്ളുരുത്തിയും ഇവർ രണ്ടുപേരും കൂടെ എത്തിയിരിക്കുന്നത്. നമുക്കവരെ നല്ല കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം. മണികണ്ഠൻ പട്ടാമ്പി ആൻഡ് പ്രദീപ് പള്ളുരുത്തി. മണികണ്ഠൻ പട്ടാമ്പിക്കും പ്രദീപ് പള്ളുരുത്തിക്കും റിമിറ്റമ്മിടവക ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്വന്തം നാട്ടിന്റെ പേരിലൂടെ, അതായത് സ്വന്തം നാടിന്റെ പേരിലൂടെ അറിയപ്പെടുന്ന രണ്ട് കലാകാരന്മാരെയാണ് നമുക്കിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഒരാൾ പ്രശസ്തനായ ഒരു നടൻ, ഒരാൾ പ്രശസ്തനായ ഒരു ഗായകൻ. മണികണ്ഠൻ പട്ടാമ്പിയും പ്രദീപ് പള്ളുരുത്തിയും. ഈ പട്ടാമ്പിയാണോ ചേട്ടൻ? മണികണ്ഠൻ ചേട്ടൻ ആയതുകൊണ്ടാണോ പട്ടാമ്പി നിട്ടത്? ചിലപ്പോ പറയാൻ പറ്റില്ല, ചില കഥാപാത്രങ്ങളിലൂടെ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും. പട്ടാമ്പിയാണ്. പട്ടാമ്പിയിൽ കൊപ്പത്ത് പ്രഭാവരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പട്ടാമ്പിക്കൊപ്പം പട്ടാമ്പി എന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ കൊപ്പത്ത് ഒരു 5 കിലോമീറ്റർ പോണം. പ്രഭാവരം എന്ന് പറയും. ആ പ്രഭാവരത്തെ ഒരു പ്രഭാകരൻ നായരുടെ മകനല്ല ചേട്ടൻ. ചേട്ടന്റെ മാതാപിതാക്കളെ പറ്റിയും കുടുംബത്തെ പറ്റിയും അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അമ്മയുണ്ട്, പിന്നെ വൈഫുണ്ട്, 2 പെൺകുട്ടികൾ. 2 പെൺകുട്ടികൾ. ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് തലയിലുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ കുറച്ച് കൂടുതൽ ടെൻഷൻ ഉണ്ടോ പ്രതിവേട്ടാ? അല്ല, എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും തുടങ്ങിയിട്ടില്ല, കാരണം 5 വയസ്സായിട്ടുള്ളൂ. അല്ല, ചിലര് പെൺകൊച്ചുങ്ങൾ ഉണ്ടാവുമ്പോ തന്നെ അങ്ങനെ ടെൻഷനൊന്നുമില്ല. എന്തിന്, എന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അതല്ല, എന്താണോ കാര്യങ്ങൾ അതൊക്കെ വേണ്ട പോലെ നടക്കും. പ്രതിവേട്ടാ, പള്ളുരുത്തിക്കാരുടെ അഭിമാനമായ പ്രദീപ് പള്ളുരുത്തി. ഈ പ്രദീപ് പള്ളുരുത്തിയോടൊപ്പം തന്നെ പള്ളുരുത്തിക്കാർക്ക് ഫേമസ് ആണ് സാജൻ പള്ളുരുത്തി. അതെ, മിക്കവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പേരുകളാണ് ഈ സാജൻ പള്ളുരുത്തിയും പ്രദീപ് പള്ളുരുത്തിയും. എന്തായാലും പ്രദീപ് ഏട്ടനും ഇന്ന് മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ പാടിക്കൊണ്ട്, പ്രത്യേകിച്ച് ബാർബറാം ബാലനെ ഒന്നും ഒരിക്കലും നമ്മൾ മറക്കൂല. രാജമാണിക്യം, വെറുതെ ഒരു ഭാര്യ, പിന്നെ ക്ലാസ്മേറ്റ്സ്, ഒത്തിരി പറയാൻ പറ്റുന്ന ഒത്തിരി നല്ല ചിത്രങ്ങൾ പാടാൻ പറ്റി പ്രദീപ് ഏട്ടന്. തീർച്ചയായിട്ടും. രണ്ടുപേരും വന്നിരിക്കുമ്പോഴേ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഞാൻ ചോദിക്കുന്നത്. കാരണം എങ്ങാനും ഇവിടെ കുറച്ച് കൂടി കഴിഞ്ഞാൽ അവിടെ കുറച്ച് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷമോ റീമീറ്റോ കുഴപ്പമില്ല. ഭയങ്കര എളിമക്കാരനാണെന്ന് എനിക്കറിയാം. എന്നാലും നമ്മളിവിടെ വരുമ്പോൾ തുല്യ പ്രാധാന്യം, ആരാണെങ്കിൽ തുല്യ പ്രാധാന്യം നൽകുകയാണ്. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ, ഞാൻ ആ ഒരു സീരിയൽ ചേട്ടൻ ചെയ്യുന്നതിന്റെ ഭയങ്കര ആരാധികയാണ്. സത്യത്തിൽ ഞാൻ പറഞ്ഞതാ, വളരെ എന്താ പറയാ, അഭിനയിക്കാന്ന് പോലും നമുക്ക് തോന്നാത്ത രീതിയിൽ. എനിക്കുള്ള ഒരു സന്തോഷം എന്ന് വെച്ചാൽ, ഞാൻ ഇദ്ദേഹത്തെ ഒരു തവണ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഇങ്ങനെ ഇത് TV ഷോസിൽ അതുപോലെ സിനിമയിലൊക്കെയാണ് കാണുന്നത്. ഈ ചെറിയ റോളുകളും ഇടത്തരം റോളുകളും ഒക്കെ ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന സാധനങ്ങൾ എല്ലാം വളരെ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു ആക്ടർ. വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേട്ടാ ഈ അഭിനയം എന്ന് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. അത് ഈ ക്യാമറയ്ക്ക് മുന്നിൽ ചേട്ടനൊന്നും അഭിനയിക്കുകയാണെന്നേ തോന്നാത്ത രീതിയിൽ. ഇപ്പൊ കൂടുതലും ചേട്ടൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ജനപ്രിയമായത് ഒരു സീരിയലിലൂടെയാണ്. അതിലെ ആ ഒരു കഥാപാത്രം ഇന്ന് എല്ലാവരും ആ ഒരു സമയമാകുമ്പം അത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചേട്ടൻ്റെ നിങ്ങളുടെ എല്ലാവരുടെ ആ കൂട്ടായ്മ കാണാൻ വേണ്ടി. അപ്പോൾ എന്താ പറയാ, അതുപോലെ പ്രദീപേട്ടനാണെങ്കിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഇതുവരെ പാട്ടുകാരന്റെ മേലങ്കിയിൽ നിന്ന് പ്രദീപേട്ടൻ ഇപ്പോ മറ്റൊരു കടുങ്കൈ ചെയ്തിരിക്കുന്നു. പക്ഷെ എന്നാലും കടുങ്കൈ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവർക്കും ഒരു ചേഞ്ച് വേണമല്ലോ. ജസ്റ്റ് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് പ്രദീപേട്ടൻ ചെയ്യുന്നു. അതും ക്യാപ്റ്റൻ രാജു സംവിധാനം ചെയ്യുന്ന പവനായി ശവമായി എന്നല്ല, പവനായി അത് നമ്മൾ പഴയ സിനിമയിലെ പവനായി ശവമായി പവനായി 99.99. അത് പറയാൻ ഇച്ചിരി പാടല്ലേ. പവനായി 99.99 എന്ന സിനിമയിൽ ഇപ്പൊ പ്രദീപേട്ടൻ സംഗീത സംവിധായകൻ കൂടെ ആയിരിക്കാണ്. പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തി സ്വന്തം കഞ്ഞിയിൽ പാട്ടിടാൻ പാടിയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചേർന്ന് പിന്നീട് ആരെങ്കിലും ചോദിച്ചോ? കുറച്ച് ആളുകൾ ചോദിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടോ. അപ്പോ ചേട്ടന് മറുപടി എന്തായാലും ഞാൻ പറഞ്ഞു ഇതിങ്ങനെ സംഭവിക്കുന്നതാണ്, നമ്മൾ വിചാരിക്കുന്നതല്ല. നമ്മൾ വിചാരിച്ചിട്ടൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഒരു കാര്യവും.
ഞാൻ പാടാൻ അല്ല ഞാൻ പാടാൻ വേണ്ടി ചെന്നതാ. അപ്പോഴാണ് ഇങ്ങനെ അത് ആ പാട്ടൊന്ന് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അത് ഒരു ധൈര്യം അങ്ങനെ തോന്നി, അങ്ങനെ ചെയ്തു. അവർക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തൊരു പാട്ടും കൂടി തന്നു. അങ്ങനെയാണ് 2 പാട്ടും. പ്രതിവേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. ഒരാൾ സംഗീത സംവിധാനം ചെയ്യുമ്പോൾ ഇതുവരെ പാടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പാട്ടുകാരൻ പെട്ടെന്ന് സംഗീത സംവിധാനം പറഞ്ഞു ബാക്കിയുള്ള സംഗീത സംവിധായകർക്ക് ചിലപ്പോൾ ഇതെന്താ ഇവനിപ്പോൾ ചെയ്യണേന്ന് ചിലപ്പോൾ ചിലർ ചോദിക്കുക. അതിനുള്ള മറുപടിയാണ് പ്രതിവേട്ടൻ പറഞ്ഞ. പാടാൻ വേണ്ടി ചെന്നു, അവിടെ ഒരു നിമിത്തം പോലെ അല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഋതം എന്ന പരിപാടിയിൽ പാട്ടിൻ്റെ ഒരു സഞ്ചാരം ഇടയിലൂടെയൊക്കെ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് മണികണ്ഠൻ ചേട്ടൻ്റെ ഒരു ഗാനമല്ല നന്നായിരിക്കും. ബാർബറാം ബാലൻ രാജമാണിക്യം വേണോ എന്നാ കൊച്ചുമിച്ചടക്കം കേരളം മൊത്തം ഏറ്റുപാടിയ ആ ഹിറ്റ് ഗാനം എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ മണികണ്ഠൻ ചേട്ടനോട് വീണ്ടും വരികയാണെങ്കിൽ ചേട്ടൻ്റെ എന്താ പറയുക ഒരുപാട് ചിത്രങ്ങളൊന്നല്ല, പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത ചിത്രങ്ങളിലൊക്കെ ചേട്ടനെ ഏൽപ്പിക്കുന്ന റോള് പെട്ടെന്ന് ചില കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ ആദ്യ ചിത്രം, ഞാൻ ആദ്യം പാടിയ പാട്ടെന്ന ചിത്രത്തിൽ അത്രയും ഹിറ്റായ ആ പടം മീശ മാധവിലെ ചേട്ടൻ്റെ ഒരു ഡയലോഗ്, അത് ചേട്ടൻ എവിടെ ചെന്നാലും ഇന്ന് ആൾക്കാർ ചോദിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. എന്താ പറയാ വിളിച്ചു പറയാണ്ട് വിളിച്ചു പറയാതെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നതാണ്. അത് എത്ര ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എവിടെയെങ്കിലും ഒരു 4 ആൾ കൂടുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് അതാണ്. അപ്പോൾ ആ ഒരു ഇത് ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടുമില്ല. ഞാനിപ്പോഴും അവിടെ കിടക്കണ നടന്നുമാണ്. മീശമാധവിൽ വെടിവഴിപാട് പറയുന്നുണ്ടല്ലോ, അവിടുന്ന് ഇപ്പോഴും മുന്നോട്ട് പോയിട്ടില്ല. ഞാൻ ഏകദേശം ഒരു 60 പടത്തിൽ 60-65 പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും നിൽക്കുന്നത് മീശമാധവല്ല വെടിവഴിപാടില്ല. കാരണം അതേ ആള് പറയുന്നുള്ളൂ പല ആളുകൾ. ചില ഹൈലൈറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഹിറ്റ് സിനിമയിൽ അങ്ങനെ ചെറിയതാണെങ്കിൽ പോലും അങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. ലാൽജോ സാറിന്റെ മിക്ക പടങ്ങളിലും അദ്ദേഹമായിട്ടൊരു പ്രത്യേക ആത്മബന്ധം ഉണ്ടല്ലേ? ലാൽജോ സാറാണ് സിനിമയിൽ ഒരു നമ്മുടെ ഒരു സാന്നിധ്യം. ഇങ്ങനെ ഒരാള് സിനിമയിൽ ഉണ്ട്, അഭിനയിക്കാനൊക്കെ പറ്റുന്ന ഒരാള് സിനിമയിൽ ഉണ്ട് എന്നുള്ളത് ഒരു സാന്നിധ്യം നിലനിർത്തി തന്നത് ലാൽജോ സാറാണ്. എല്ലാ സിനിമയിലൊന്നുമില്ല. പിന്നെ അച്ഛനങ്ങാത്ത വീട്, പിന്നെ രസികൻ, പട്ടാളം. ഇത്രയും വർഷത്തെ ചേട്ടൻ ഏകദേശം 2000 എന്നോട്ട് അഭിനയ ജീവിതം തുടങ്ങിയത് ശരിക്കും 2000. ഇത്രയും വർഷമായിട്ട് അഭിനയ രംഗത്തുള്ള ചേട്ടന്റെ ഏറ്റവും പീക്ക് ടൈം എന്ന് വിശേഷിപ്പിക്കാമോ ഇപ്പൊ ഈ നടക്കുന്ന 2013? ഇതുവരെ വന്നതിൽ ഇത് തന്നെ ആയിരിക്കും പീക്ക് ടൈം. അങ്ങനെ പറയാനുള്ള കാരണം അല്ല, തുടങ്ങിയിട്ട് 10-13 വർഷമായല്ലോ. അപ്പോൾ ഒന്നാമത് എനിക്ക് ഈ സിനിമയിലുള്ള ഒരുപാട് ആളുകളെയൊന്നും അങ്ങനെ പരിചയമില്ല. അപ്പോൾ ലാൽ ജോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എനിക്ക് പരിചയമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് എന്താണാവോ എന്നോടൊരു ചെറിയ അടുപ്പവും എന്തോ മാനസികമായിട്ടുള്ള ഒരു അടുപ്പം എന്നോടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം ചെയ്യുന്ന സിനിമകളിലൊക്കെ എനിക്കൊരു പ്രാതിനിധ്യം ചെറിയ വേഷങ്ങളിലാണെങ്കിൽ പോലും എന്നെ സഹകരിപ്പിച്ചിരുന്നു. പിന്നെ വേറെ ഒരുപാട് ആളുകളും ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ ആരുടെടുത്തും പോയിട്ട് അങ്ങനെ ചോദിക്കുന്നില്ല എന്നുള്ളൊരു കുഴപ്പം എനിക്ക് മനസ്സിലായി. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ചേട്ടൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കിയത് അങ്ങനെ ഇടിച്ചു കയറി അങ്ങനെ സംസാരിക്കുകയോ അങ്ങനെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെയായിരുന്നു. ഞാൻ വിചാരിച്ചു സിനിമയുടെ പിന്നാമ്പുറത്ത് എവിടെയോ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. എഴുത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു എഴുത്ത്. അപ്പൊ ആദ്യം മൺകോലങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തു. അപ്പൊ അത് ഞാനാണ് അതിന്റെ സ്ക്രിപ്റ്റ്. മൺകോലങ്ങൾ അവാർഡ് കിട്ടിയിരുന്നു. അതിന് പിന്നെ ഡയറക്ടർക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ചലച്ചിത്രമേള നടക്കുന്ന സമയത്ത് അതിൽ ഫിപ്രസി അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ബംഗ്ലാദേശിൽ നടന്നുള്ള ധാക്ക ഫെസ്റ്റിവലിൽ നല്ല ചിത്രത്തിന് സമയത്തൊക്കെ ഒരു ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു തുടർച്ച പിന്നീട് കൊണ്ടുവരാൻ നമുക്കാർക്കും പറ്റിയില്ല. ഞാൻ ഇങ്ങനെ കുറേശ്ശെ ഒന്ന് മാറി നിൽക്കുകയും ചെയ്തു, അത് വരാതെ. അപ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും ചേട്ടന് നല്ല ഇനിയും ഒരുപാട് നല്ല സ്ക്രിപ്റ്റ് വർക്കുകൾ വരും. പക്ഷെ ചേട്ടൻ്റെ രൂപത്തിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപം വെച്ച് ഇച്ചിരി സീരിയസ് ആയിട്ട് തോന്നുമെങ്കിലും എന്നാൽ അതിലൂടെ കോമഡി ചെയ്യുന്നതാണ് ചേട്ടൻ്റെ ഏറ്റവും വലിയ രസം. വീണ്ടും പ്രദീപ് പള്ളുരുത്തിലൂടെ നമുക്കൊരു എത്തിനോട്ടം നടത്തിയാലോ? തീർച്ചയായിട്ടും. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം എനിക്ക് തോന്നിയതേ, എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് വരും, എന്തെങ്കിലും കാര്യം പറഞ്ഞു വന്നിട്ട് അതങ്ങ് തെറ്റും. ആ തെറ്റി കഴിഞ്ഞിട്ട് അതൊന്നും ഇങ്ങോട്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ഉണ്ടല്ലോ, അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അല്ല ഏട്ടാ, എന്റെ അടുത്ത് മിക്കവരും പറഞ്ഞേ അവരെ കൊണ്ട് പൂർത്തിയാക്കാൻ സമ്മതിക്കത്തില്ലല്ലോ എന്ന്. പക്ഷെ ഞാനിത് അറിയണില്ല. ഇതെനിക്ക് പലപ്പോഴും മനസ്സിലായത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലിൽ പരിപാടി കാണും, അയ്യോ ഇവര് പറഞ്ഞില്ലല്ലോ അത്, പിന്നെ ഞാൻ എന്തിനു ചോദിച്ചു എന്ന് ചോദിച്ചാലും വീണ്ടും ചങ്ങരൻ തെങ്ങിൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എന്റെ അവസ്ഥ. അതിൽ നിന്നും കരകയറാം. പട്ടാമ്പി നാട്ടുകാരെയും പള്ളുരുത്തി നാട്ടുകാരെയും നമുക്കൊന്ന് നോക്കട്ടെ. പട്ടാമ്പി പാലക്കാട് ഭാഗത്തുള്ളവരും നല്ല സംഗീത പ്രേമികളും കലാകാരന്മാരോടൊക്കെ ഭയങ്കര എനിക്കിഷ്ടം അവിടെ പരിപാടി ചെയ്യാനൊക്കെ. ഒത്തിരി നല്ല ആൾക്കാരാണ്. എന്താണ് ചേട്ടന് പള്ളുരുത്തിക്കാരെ പറ്റിയുള്ള അഭിപ്രായം? സ്വന്തം നാട്ടിൽ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ എന്റെ നാടിന്റെ പേര് തന്നെ എന്റെ കൂടെ വെച്ചത്, ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ട്. അത് മാത്രമല്ല, ഒരുപാട് പ്രദീപുമാർ ഈ രംഗത്തുണ്ടായിരുന്നു. പാട്ട് പാടുന്ന ഒരുപാട് പ്രദീപുമാരുണ്ട്. ഞാൻ ഗാനമേളകളിൽ നിന്നാണ് ഈ രംഗത്തേക്ക് വന്നത്. എങ്ങനെ എം ജയചന്ദ്രനെ കണ്ടുമുട്ടി?
അലക്സിയേട്ടൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാണ്ടിമേളം എന്നുള്ള പാട്ട് പാടി സ്നേഹപൂർവ്വം ദാസേട്ടൻ എന്ന് പറയുന്ന പ്രോഗ്രാം എറണാകുളത്ത് വെച്ച് നടക്കുമ്പോൾ ആ പാട്ട് പാടാൻ വേണ്ടി എന്നെ വിളിച്ചു. അങ്ങനെയാണ് വ്യത്യസ്തനാം ബാർബറിലോട്ട് വന്നത്. അതെ അതെ അതെ. പട്ടാമ്പിക്കാരുടെയും പള്ളുരുത്തിക്കാരുടെയും സ്നേഹപ്രകടനങ്ങൾ ഒരു വാക്കിൽ കവിയാതെ പറയാനാണെങ്കിൽ എന്നെ കൂടുതൽ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരവർ. കാരണം അവരെന്നെ സഹിച്ചിട്ട് പോലും ഉണ്ട് പലപ്പോഴും. ചിലപ്പോഴൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഗാനമേളക്കാരാണല്ലോ. ഈ കഴിഞ്ഞിടക്ക് ഒരു ഗാനമേള നടത്തി. അന്ന് മിമിക്രിയും അത്യാവശ്യം കുറേ മസാല എല്ലാം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടി ഒന്ന് വട്ടത്തിൽ ശരിയായില്ല. അപ്പൊ പക്ഷെ എന്നിട്ട് പോലും ജനം എന്നെ വിളിച്ചിട്ട് എന്ത് പരിപാടിയാണ് അത് ചോദിച്ചില്ല. പള്ളുരുത്തിക്കാർക്ക് എന്നോടുള്ള സ്നേഹമാണ് പറഞ്ഞ് അവര് എന്തും അല്ലെ, അങ്ങനെയൊന്നും അല്ല. അത് ചേട്ടന്റെ എളിമയും കൊണ്ട്, ചേട്ടൻ എളിമ കൂടിയാലും പ്രശ്നം. അതായത് ഈ ഇടയ്ക്ക് ഞാൻ ആരോ പറഞ്ഞതാണ്, ചേട്ടനും ചേട്ടന്റെ വണ്ടി ഓടിക്കുന്ന ആളുമായിട്ട് ഒരു സ്കൂളിൽ സ്വീകരണത്തിന് പോയി. അപ്പൊ എളിമ കൂടിയിട്ട് എന്ത് ചെയ്തു, അവിടെ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് പ്രദീപ് പള്ളുരുത്തി കയറി ഡ്രൈവർ സീറ്റിലിരുന്ന് മറ്റേ പുള്ളിനെ ഇപ്പുറത്ത് വരുത്തി. അപ്പൊ എന്ത് ചെയ്തു, നാട്ടുകാര് പ്രദീപ് പള്ളുരുത്തിയാണെന്ന് വിചാരിച്ച് നമ്മുടെ സാരഥിക്ക് ഭയങ്കര സ്വീകരണമൊക്കെ കൊടുത്ത് സ്റ്റേജിൽ കയറ്റിയിരുന്ന സത്യമാണ്. അങ്ങനെ ഒരു രസമുണ്ടായി ശരിക്കും. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ അതിനു മുമ്പ് ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചു. സാർ എവിടെ എത്തി? ഞാനിവിടെ എത്തിയാണ്, ഞാൻ കാത്തു നിൽക്കുകയാണ്, സാറിന് കാത്തു നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ പുള്ളി പിന്നെ ഡ്രൈവർ സീറ്റിൽ ഞാനാണ് അവിടെ ഇരിക്കുന്നത്. മറ്റേ പുള്ളിയും അത്യാവശ്യം നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. വരൂ പ്രദീപ് സാർ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചിട്ടുണ്ട്. മറ്റേയാൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ചേട്ടാ ഒന്ന് പറയണം, ഒന്നും വേണ്ട പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് പുള്ളിക്ക് ചായ കൊടുക്കുന്നു, കൂട്ടത്തിൽ ഡ്രൈവർക്ക് ചായ, എനിക്കൊരു ചായ തരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വരൂ സ്റ്റേജിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ മറ്റവന് പേടിയായി, ഇറക്കാൻ തുടങ്ങി. അല്ല ഇനി ചേട്ടൻ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് മറ്റേ പുള്ളി നോക്കിയപ്പോഴേക്കും പുള്ളിയുടെ മുഖത്ത് കട്ടാമ്പാര വെച്ച് കുത്തിയ ചോര ഉണ്ടാവില്ല, അതുപോലത്തെ അവസ്ഥയായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം ചേട്ടാ, നമ്മള് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ ഒരു ഡാൻസ് ആവാം. എന്റെ അല്ല കേട്ടോ. രാജമാണിക്യം ചേട്ടന്റെ കരിയറില് നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടിയൊരു അടിപൊളി ചേട്ടാ, തകർത്തു. ഇത് കേട്ടപ്പോ എനിക്ക് തോന്നുന്നു മണികണ്ഠൻ ചേട്ടൻ ഇപ്പൊ പാട്ട് പാടും എന്ന രീതിയിലാണ്. ഏറ്റവും വലിയ ദുഃഖം അതാണ്, എനിക്ക് പാട്ട് പാടുന്നവരോട് ഭയങ്കര ഇഷ്ടമാണ്. അത് വേറൊരു ഒരു വരദാനാണ് പാട്ട് പാടുന്നത്. അയ്യോ പാട്ട് പാടാന്ന് പറഞ്ഞാലേ എന്തോ എൻ്റെ മനസ്സിലൊക്കെ ഞാൻ നന്നായിട്ട് പാടും. മനസ്സിൽ നന്നായിട്ട് സംഗീതം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഇപ്പൊ പാടുമ്പോഴൊക്കെ വരില്ലേ, അപ്പൊ അയ്യോ അങ്ങനെയൊക്കെ തോന്നിപ്പോ. അപ്പൊ നല്ലൊരു ആസ്വാദകരാണ്. ചിലപ്പോ എനിക്കൊന്ന് ചേട്ടന്റെ മനസ്സില് കുറച്ച് നല്ല പഴയ ഗാനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇല്ലേ? പഴയ പാട്ടെന്ന് പറയാൻ ചേട്ടൻ മനസ്സിൽ എപ്പോഴും ചേട്ടൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും പാടിപ്പോകുന്നതും സാഗരസംഗമം, മൗനം പോലും മധുരം. മൗനം പോലും മധുരം ഭയങ്കര ഇഷ്ടമാണ്. ഈ മൗനം പോലും മധുരം സാഗരസംഗമത്തില് പിന്നെ നമുക്ക് വേറെ പാട്ട് പെട്ടെന്ന് മൗനം പോലും ഉള്ളവർ നമ്മൾ പറഞ്ഞു വെച്ചിട്ടൊന്നും അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ. പ്രേക്ഷകരുടെ മുന്നിൽ ഒളിയില്ല മറയില്ല, ഒളിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഒളിക്കും മാത്രമേ. ചേട്ടാ വേറെ സന്തോഷ വാർത്ത, നമ്മൾ ചേട്ടന്റെ കാര്യം പറഞ്ഞില്ലേ വെറുതെ ചേട്ടാ. ഇപ്പം സിം, വല്ലാത്ത പകയൻ എന്നൊക്കെ തുടങ്ങിയ ചിത്രങ്ങൾ മെയിൻ കഥാപാത്രമായിട്ടാണ് മണികണ്ഠൻ ചേട്ടൻ വരികയാണ്. ചേട്ടനും ഭയങ്കര ഒരു ആഗ്രഹിച്ച് നല്ല സ്ക്രിപ്റ്റ് നല്ല ഇതായിട്ട് തോന്നുന്നുണ്ടോ സിനിമ? നന്നായിരിക്കണം. എനിക്ക് സത്യത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം ദീപൻ സാറിനെ പോലെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ദീപൻ നമ്മുടെ പുതിയ മുഖമൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ താരതമ്യേന ഈ ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. ഈ 3 സീൻ 2 സീന് അങ്ങനെയൊക്കെ ഉള്ള വേഷങ്ങളിൽ അഭിനയിക്കുന്ന ആളാണല്ലോ. അപ്പോൾ എന്നെപ്പോലെ ഒരാളെ വെച്ചിട്ട് ഒരു മുഴുനീള സിനിമ എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര തമാശയായിട്ട് തോന്നി. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പോലുള്ളൊരു വേഷമാണ്, ഒരു പാലക്കാട്ടുകാരൻ്റെ ഒരു പട്ടരുടെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഈസിയാണെന്ന് എനിക്ക് തോന്നി. കാരണം ഭയങ്കര വേറെ ഒരു വലിയ ക്യാരക്ടറൊക്കെ വന്നു കഴിഞ്ഞിട്ട് ചെയ്ത് പരാജയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ല എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആയിരിക്കും. അപ്പൊ അങ്ങനെ ആണ് സിം എന്ന് പറഞ്ഞ പടത്തിൽ പോയി. സിം എന്നുള്ള പടം നമ്മുടെ ദീപൻ പുതിയ മുഖം ഡയറക്ടർ സംവിധാനം ചെയ്ത പടം വല്ലാത്ത പകയൻ. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. അതേപോലെ പ്രദീപേട്ടനാണെങ്കിൽ ഇപ്പോൾ ഒരു സംഗീത സംവിധാനം. ഒപ്പം നമ്മൾ ഒന്നിച്ചൊരു പാട്ട് എടുത്ത് കുട്ടിയും കോലും നമ്മുടെ പക്രു ചേട്ടൻ ഡയറക്ട് ചെയ്ത ഒരു പടത്തിൽ നമ്മൾ ഒന്നിച്ചൊരു പാട്ടൊക്കെ പാടി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ തീരാൻ പോവുകയാണ്. നല്ല ചുവപ്പ് സെറ്റിലൊക്കെ ഇരുന്ന് പൂക്കളുടെ ഇടയിലൊക്കെ ഇരുന്ന് എന്നെയൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ എപ്പിസോഡ് തീർക്കാൻ തോന്നില്ലായിരിക്കും നിങ്ങൾക്ക് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നിർത്തി വെക്കും. നാളെ ഇതേ സമയം നമുക്ക് കാണാം. ചേട്ടൻ പറഞ്ഞ ആ പാട്ടിന് 2 വരി പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.